കോൺഗ്രസ് അമ്മ മറുപടി പറയുക, അമ്മ മറുപടി പറയുക. കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുക്കണം. അതിലെല്ലാം ഉപരി ഞങ്ങൾ ഇന്ന് അമ്മ ഓഫീസിലേക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാനുള്ള കാരണം നമുക്കറിയാം, ഈ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നാണ്. തീർച്ചയായിട്ടും അമ്മ ഇടപെടണം. ഇവിടുത്തെ സ്ത്രീകളായ വനിതകളായ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട വനിതകൾക്കെതിരെ നടക്കുന്ന ചൂഷണം, ആ ചൂഷണത്തിനെതിരെ പരാതി കൊടുക്കാൻ അമ്മയാണ് രംഗത്ത് വരേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അമ്മ ഇടപെടും. അപ്പൻ ഇടപെടുന്നതിന് മുമ്പേ അമ്മയെ ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടുന്നതിന് മുമ്പേ അമ്മ ഇടപെട്ടേ പറ്റൂ. അപ്പൊ അമ്മ എന്ന് പേരിടുകയും പേര് വിളിച്ചത് നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന വനിതകൾക്ക് അവർക്ക് ചൂഷണം നേരിടുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞേ മതിയാവും. ഞങ്ങൾ ഇവിടെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പീഡകന്മാരാണെന്നോ മോശക്കാരാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിനെ നെല്ലും പതിനും തിരിച്ചറിയണം. നല്ലവരായ എത്രയോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഈ സിനിമാ മേഖല കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ഇവിടെ അമ്മ സംഘടന പിരിച്ചുപോകുമെന്ന് പറയുന്നില്ല. ഇന്നേതായാലും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും. നമുക്കറിയാം, പീഡനക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് വീണ്ടും ഇന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രിയപ്പെട്ട രഞ്ജിത്തിനെ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട രഞ്ജിത്ത് പറയാൻ നോക്കില്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടി മുൻകൂട്ടി പരാതി കൊടുത്തിട്ടുള്ള. അപ്പൊ പീഡനം നടത്തുന്ന ആളിനെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഗവൺമെന്റ് അവർ വേട്ടക്കാർക്കൊപ്പം തെളിയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഇരകൾക്കൊപ്പമല്ല, ഗവൺമെന്റ് വേട്ടക്കാർക്കൊപ്പമാണ്. അപ്പൊ രഞ്ജിത്തിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഈ സിനിമാ മേഖലയെ അല്ലെങ്കിൽ കലുഷിതമാക്കുവാൻ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന വനിതകൾക്ക് അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുവാനാണ് ഈ ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ കടന്നുവരും. സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന്. അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ. ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മളുടെ സോളാർ കമ്മീഷൻ, സോളാർ ഇടപാട് ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. സോളാർ അല്ലെങ്കിൽ വിവാദമായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഒരു കത്തെഴുതി, ആ കത്തെഴുതിയതിന്റെ പേരിൽ അന്ന് ആ സ്ത്രീയെ വിളിച്ചു വരുത്തി കേസെടുത്തവർ എന്തുകൊണ്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായിട്ടും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവർ പരാതി കൊടുത്തിട്ട് അവർ എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല? കാരണം ഇവിടെ മാഫിയുണ്ട്, പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിൽ ഈ ഭരണക്കാരുടെ ഭരണത്തിലിരിക്കുന്ന പല നേതാക്കന്മാരുമുണ്ട് എന്നതാണ് അതിന്റെയൊക്കെ തെളിവ്. അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയനോടും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വനിതാ സഹോദരിമാരെ, നിങ്ങളോടൊപ്പം ആരുമില്ലെങ്കിലും കേരള കോൺഗ്രസ് എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.